ഒരു തറവാട്ടിൽ നിന്ന് മാറി താമസിച്ച മക്കൾ അതേ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഫീലായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുക. തറവാടുകൾ എപ്പോഴും നിറയെ ഓർമ്മകളാണ്. ഓരോ തറവാടും നമ്മുടെ കുട്ടിക്കാലമാണ്. ആ തറവാട്ടിലെ ഓരോ റൂമുകൾക്കും നമ്മുടെ ഓർമ്മകളുമായി ബന്ധമുണ്ടാവും. അവിടുത്തെ മുറ്റത്തിന്, അവിടുത്തെ മരങ്ങൾക്ക്, അവിടുത്തെ കുളത്തിന്, അവിടുത്തെ തോടിന് ഒക്കെ നമ്മുടെ കുട്ടിക്കാലവുമായി അത്രയും ഓർമ്മകളുണ്ടാവും. പഴയൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ പേരക്കുട്ടിയെക്കുറിച്ച് വല്യപ്പ പാടുന്ന പാട്ടാണ്. പേരക്കുട്ടി ഇപ്പോൾ വലിയ ആളായി, വലിയ മനുഷ്യനായി മാറി. അപ്പോൾ അവനെക്കുറിച്ച് വല്യപ്പ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്: കിലുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിൻ്റെ മണികൾ, മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. കിലുങ്ങുന്നിതറകൾ തോറും, നമ്മുടെ തറവാടിൻ്റെ ഓരോ അറകളിലും നീ സംസാരിക്കാൻ പഠിച്ചപ്പോൾ മുതലുള്ള നിൻ്റെ വാക്കുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. നീ സംസാരിക്കാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ തറവാടിൻ്റെ ഓരോ അറകളിലും ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. രണ്ടാമത്തെ വരി: മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. നമ്മുടെ മുറ്റം, അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം, മറന്നില്ല, നമ്മുടെ മുറ്റം ഒരിക്കലും മറക്കൂല. എന്ത്? മലർപാദം പെയ്ത പുളകം. നടക്കാൻ പഠിച്ചത് മുതലുള്ള നിൻ്റെ ഓരോ കാൽപ്പാടുകളും, നിൻ്റെ ആ ചെറിയ കാലുകൊണ്ട് നീ ഇങ്ങനെ നടക്കാൻ പഠിച്ചത് മുതലുള്ള നിൻ്റെ ഓരോ കാലടിപ്പാടുകളും നമ്മുടെ മുറ്റത്ത് ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പുളകമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തറവാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളാണ്. ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു ഓഡിറ്റോറിയത്തിലാണെങ്കിലും സത്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചു വന്നിട്ടുള്ളത് നിങ്ങളുടെ തറവാടിനെയാണ്. നിങ്ങൾ അന്വേഷിച്ചു വന്നിട്ടുള്ളത് നിങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാടിനെയാണ്. നമ്മുടെ പഴയ ഈ ഹൈന്ദവ തറവാടുകളുണ്ടല്ലോ, ആ തറവാടുകൾക്ക് സാധാരണ വീട് എന്നല്ല പറയാം, ഇല്ലം എന്ന് പറയും. അങ്ങനെ പല വീടുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പദമാണ്, അവർ പറഞ്ഞിരുന്നൊരു വാക്കാണ് മന എന്ന് പറയും. അല്ലേ? ഇവിടെയൊക്കെ ഉണ്ട് മന. നമ്മുടെ ചങ്ങനംകുളത്തു നിന്ന് അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ കുറേ മനകൾ കാണാം. മന എന്നാണ് പറയുക. മനക്കൽ വീട് എന്നൊക്കെ പറയില്ല. മന എന്നുള്ള വാക്ക് ഒരു വല്ലാത്ത വാക്കാണ്. മന എന്ന് പറയുന്ന സംസ്കൃത വാക്കാണ് കേട്ടോ, മനസ്സല്ല അത്. മനസ്സിന് നമ്മൾ മന എന്ന് പറയാറുണ്ട്, മനക്കണക്ക് എന്നൊക്കെ പറയില്ലേ, ആ മനയല്ല ഇത്. ഈ മന വേറൊരു മനയാണ്. നിങ്ങൾ ശരിക്കും കേൾക്കണേ. മന എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളാണ്. നിങ്ങളുടെ ബാക്കിലേക്ക് കേൾക്കണില്ലേ? അല്ലേ? കുട്ടികൾ കരഞ്ഞോട്ടെ കേട്ടോ, യാതൊരു കുഴപ്പമില്ല. കുട്ടികൾ കരയും. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് കേട്ടോ. തൊട്ടടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ അതിനു വേണ്ടിയാണ് വന്നത്, പ്രസംഗം കേൾക്കാൻ വന്നതല്ല. അപ്പം നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ഫോണ് വന്നാൽ സംസാരിക്കാം. അതിനൊന്നും ഈ സംസാരം തടസ്സമാകില്ല. പക്ഷേ ഇനി പറയണ ഒരു കാര്യമുണ്ടല്ലോ, ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞത്. ഈ ഒരൊറ്റ വാക്കിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. പഴയ ഹൈന്ദവ വീടുകൾക്ക് അവർ വിളിച്ചിരുന്ന പേര് മന. മന എന്നുള്ളത് സംസ്കൃത വാക്കാണ്. അത് രണ്ട് വാക്കുകളാണ്. ഒന്ന് മാ, ഒന്ന് ന. മാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്, ഞാൻ, മമ്മ എന്നൊക്കെ പറയും. മാ എന്ന് പറഞ്ഞാൽ ഞാൻ. ന എന്ന് പറഞ്ഞാലോ ഇല്ല എന്നാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഇല്ല. മന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. എൻ്റെ വീടില്ലേ, ഞാൻ താമസിക്കുന്ന വീട്, അത് മനയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാനില്ല. ഞാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളേ ഉള്ളൂ എന്നാണ്. അതാണ്
എനിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ജീവിതമല്ല. ഞാനുമായി ബന്ധപ്പെട്ടുള്ളൊരു 3-4 ആളുകളുണ്ട്, അവർക്ക് കൂടിയുള്ള ജീവിതമാണ് എൻ്റെ ജീവിതം. അതാണ് മന. ഒരു ചെങ്ങല പോലെയാണ്. ചെങ്ങല വളരെ ശക്തിയുള്ളതാണ്, നല്ല പവർഫുള്ളാണ്, ഒരായുധമാണ്, ഒക്കെയാണ്. ചെങ്ങല എന്ന് പറയുന്ന സാധനം വളരെ ശക്തിയുള്ളതാണ്. പക്ഷെ ആ ചെങ്ങലയിൽ ഒരു കണ്ണി കേടുവന്നാൽ ആ ചെങ്ങലയുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ചെങ്ങല വളരെ ശക്തിയുള്ളതൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ആ ചെങ്ങലയിലെ എല്ലാ കണ്ണികളും കേടുവരണ്ട. ഒരു കണ്ണി കേടുവന്നാൽ മതി, ആ ചെങ്ങലയുടെ ശക്തി കുറയും. ഇതേപോലെയാണ് കുടുംബം. ഒരു സെവൻസ് നടക്കുമ്പോൾ 7 ആളുകളാണ് ഒരു ടീമിലുണ്ടാവുക. ഒരാൾക്ക് പന്ത് കിട്ടുന്നു, അയാൾ 2ാമത്തെ ആൾക്ക് കൊടുക്കുന്നു, അയാൾ 3ാമത്തെ ആൾക്ക് കൊടുക്കുന്നു, അയാൾ 4ാമത്തെ ആൾക്ക് കൊടുക്കുന്നു. ഗോളടിച്ചത് 6ാമത്തെ ആളായിരിക്കും, അല്ലേ? 6ാമത്തെ ആളായിരിക്കും ഗോളടിച്ചിട്ടുണ്ടാവുക. ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? 6ാമത്തെ ആൾ മാത്രമാണോ? ഒരു ടീമാണ് ജയിച്ചത്. ഇതാണ് കുടുംബം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കുഴികളിലേക്ക് വീഴാതെ ഞാൻ എന്നെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ, സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് വേണ്ടി മാത്രമല്ല. അത് ഞാനുമായി ബന്ധപ്പെട്ട കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരുടെ മാനം, അവരുടെ അഭിമാനം, അവരുടെ അന്തസ്സ്, ഇതൊക്കെ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഞാൻ എന്ന ഒരു കണ്ണി കേടുവന്നാൽ അത് എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, ആ ചെങ്ങലയിലെ ഓരോ കണ്ണിയെയും ബാധിക്കുന്നതായി മാറും. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന കാലം വളരെ അപകടം പിടിച്ച കാലമാണ്. നല്ല വഴുക്കുന്ന വയൽ വരമ്പിലൂടെ നടക്കുന്നത് പോലെ ഒരു കാലമാണ്. മഴക്കാലത്ത് നല്ല വഴുക്കുന്ന വരമ്പിലൂടെ ഒരാളിങ്ങനെ നടക്കുമ്പോൾ എത്ര സൂക്ഷിക്കണോ അതിലേറെ സൂക്ഷിക്കേണ്ട കാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലം. ദുൽഖർ സൽമാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ദുൽഖർ സൽമാൻ ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകളോട് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ വാപ്പ ആരാണ് എന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ഈ ദുൽഖർ സൽമാൻ്റെ വാപ്പ കഴിഞ്ഞ 45 കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ അപകടം പിടിച്ച ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 45 കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. പക്ഷെ ആ വാപ്പയെക്കുറിച്ച് മകൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയോ? വേറെ ഒരാളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ വാക്കല്ലത്. എൻ്റെ ചങ്ങാതിമാരുടെ മുന്നിൽ, എൻ്റെ കുടുംബക്കാരുടെ മുന്നിൽ, എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാപ്പ എന്നോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം. നമ്മൾക്കാണ് മമ്മൂട്ടി, നാട് മുഴുവൻ അറിയുന്ന വലിയ കലാകാരനും വലിയ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അതൊക്കെ നമ്മൾക്കാണ്. പക്ഷെ അയാളുടെ മകന്, അയാൾ മമ്മൂട്ടിയൊന്നുമല്ല, വാപ്പ മാത്രമാണ്. ആ വാപ്പയെക്കുറിച്ച് പറയാണ്, വാപ്പ വേറൊരാളുടെ മുന്നിൽ എനിക്ക് തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല എന്ന്. ചെങ്ങല. ഒരു കണ്ണി കേടുവന്നാൽ ആ കേടുവന്ന കണ്ണിയെ മാത്രമല്ല അത് ബാധിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂമിൽ ഒരു വചനമുണ്ട്. സാധാരണ നമ്മൾ നിക്കാഹ് പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോണില്ല. പക്ഷെ അതിൽ പഠിച്ചവൻ ഈ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരോട് പറയണ 3 കാര്യങ്ങളുണ്ട്. ഭാര്യ ഭർത്താവാകട്ടെ, മക്കൾ ഒരുമിച്ചുള്ള ജീവിതമാവട്ടെ, ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരില്ലേ, അത് പറഞ്ഞ് ചങ്ങാതിമാരൊരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ പോലും, ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ഈ ആയത്ത് ഫിറ്റാണ്. ഒരുമിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും ഓർത്തു വെക്കാനുള്ള 3 കാര്യങ്ങൾ പഠിച്ചവൻ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? ആ വചനം ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഇങ്ങനെ പോകട്ടോ. 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ?
ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഈ മനുഷ്യനുണ്ടല്ലോ, ഇണയായി, ഭാര്യയായി, അല്ലെങ്കിൽ ഭർത്താവായി, ആരായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഈ മനുഷ്യനില്ലേ, അതാരാണെന്നറിയോ? അതൊരു മനുഷ്യനാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അംഫുസിക്കും. മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതൊരു മനുഷ്യനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളില്ലേ, അതൊരു മനുഷ്യനാണ്, മലക്കല്ല, അതൊരു ശില്പമല്ല. ഓരോ സമയത്ത് ഓരോ സ്വഭാവം ഉണ്ടാവും. രാവിലെ കണ്ട ആളാവില്ല വൈകുന്നേരം, ഇന്നലെ കണ്ട ആളല്ല ഇന്ന്. മനുഷ്യർക്ക് അത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഈ ആളില്ലേ, അതൊരു മനുഷ്യനാണ് കേട്ടോ. ബൈബിളിൽ ഒരു കഥയുണ്ട്, നല്ല രസറിയാ. ഒരു വലിയ രാജാവിൻ്റെ ശില്പം ഒരാൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. രാജാവിൻ്റെ ശില്പം. ആ ശില്പം ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടാണ്. ഓരോ അവയവവും ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ട്. കണ്ണ്, മൂക്ക്, ചെവി, മുഖം, തല, അതൊക്കെ ഇരുമ്പുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ഒരവയവം മാത്രം ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല, കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരവയവം മാത്രം കളിമണ്ണുണ്ട്. ഏതാണ് അവയവം എന്നറിയോ? കാൽപാദം. സത്യത്തിൽ കാൽപാദമല്ലേ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത്? കാരണം എല്ലാ ഭാരവും കാൽപാദത്തിനാണ് കിട്ടുക. അപ്പോൾ കാൽപാദം ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കുന്നതിന് പകരം ബാക്കിയൊക്കെ ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ട് കാൽപാദം മാത്രം കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കി. കളിമണ്ണുണ്ട്. കളിമണ്ണിൻ്റെ പ്രത്യേകത എന്താ? എവിടെയെങ്കിലും തട്ടുമ്പോഴേക്കും മുറിഞ്ഞു പോകും അല്ലേ? എന്താ സംഭവം? ഇതെന്താ സംഭവം? എത്ര വലിയ മനുഷ്യനാണെങ്കിലും കേട്ടോ, എത്ര വലിയ മനുഷ്യനാണെങ്കിലും, എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും, എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും, മനുഷ്യനാണോ? ഒരു ചെറിയ കല്ലിൽ തട്ടുമ്പോഴേക്ക് പൊടിഞ്ഞു പോകുന്ന കളിമണ്ണ് പോലെയുള്ള കാൽപാദമാണ് മനുഷ്യനുള്ളത്. ചിലപ്പോൾ ചില പ്രലോഭനങ്ങളിലേക്ക് വീണുപോകും, ചിലപ്പോൾ ചില അബദ്ധങ്ങളിലേക്ക് വീണുപോകും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോയി എന്ന് വരാം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം, അതിൻ്റെ കുറ്റബോധത്തോടെ നമ്മുടെ മുന്നിൽ വന്ന് നിന്നു എന്ന് വരാം, അങ്ങനെയൊക്കെ വരാം. കാരണം ഇത് മനുഷ്യനാണ്. മിൻ അംഫുസിക്കും, ഇത് മനുഷ്യനാണ്. ചെറിയ വാക്കല്ല അത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ആളില്ലേ, നമ്മുടെ ജീവിതത്തിലുള്ള ഈ ആളില്ലേ, അതൊരു മനുഷ്യനാണ്. ഭാര്യയാവട്ടെ, ഭർത്താവാകട്ടെ, വാപ്പയാകട്ടെ, മകനാകട്ടെ, മരുമകനാകട്ടെ, മരുമകളാവട്ടെ, അതാരാണ്? അതൊരു മനുഷ്യനാണ്. പോരായ്മകളുണ്ടാവും. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ട് നാട്ടുകാർ മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, അംഗീകരിച്ച മുഴുവൻ ആളുകളും എന്നെ തള്ളിപ്പറഞ്ഞു. എല്ലാവരും എന്നെ കൈവിടുമ്പോഴും എന്നെ സ്വീകരിക്കാനൊരു മനുഷ്യൻ വേണം. തിരിച്ചു വരാൻ വേണ്ടി എന്നെ ഇങ്ങനെ വിളിക്കുന്ന ഒരാൾ വേണം. അയാൾ കൂടെ ഇല്ലെങ്കിലുള്ള എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ തെറ്റുകളൊക്കെ ചെയ്ത കുറ്റവാളികളുടെ വീട്ടിലേക്ക് നമ്മുടെ പത്രക്കാർ ചെല്ലും, ടി വിക്കാരൊക്കെ ചെല്ലും. അപ്പോൾ ആ കുറ്റവാളിയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ഉമ്മയോ ഒക്കെ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയുക? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും. കേട്ടിട്ടില്ലേ? ഞങ്ങൾക്കിനി അങ്ങനെ ഒരു മോനില്ല എന്ന് പറയും. ഇത് പറയാൻ അവരുടെ ആവശ്യമുണ്ടോ? നാട്ടുകാരൊക്കെ തന്നെയല്ലേ പറയണേ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുണ്ട് എന്ന് പറയണ വാപ്പയും ഉമ്മയും എവിടെ? അവരൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിൽ നിന്ന് മുക്തനായി തിരിച്ചു വരുമ്പോൾ അവനെ കാത്തിരിക്കാനൊരു വാപ്പയും ഉമ്മയും ഉണ്ട് എന്ന് പറയാനൊരാൾ വേണ്ടേ? എനിക്കിനി അങ്ങനെ ഒരു സുഹൃത്തില്ല എന്ന് ചിലപ്പോൾ സുഹൃത്തുക്കൾ തള്ളിപ്പറയും. എനിക്കങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്ന് പറയാൻ ഒരു സുഹൃത്ത് വേണ്ടേ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനോട് എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല. പക്ഷെ ആ തെറ്റിൽ നിന്ന് ശുദ്ധീകരിച്ച് തിരിച്ചു വരുമ്പോൾ അപ്പോഴും അവൻ എൻ്റെ ചങ്ങാതി തന്നെയാകും എന്ന് പറയാനൊരാൾ വേണം. അതാണ് പഠിച്ചവൻ പറയണത്. എന്ത്? മിൻ അംഫുസിക്കും. ചെറിയ വാക്കല്ലത്. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ആൾ, അത് ഉമ്മയായിട്ട്, വാപ്പയായിട്ട്, മകനായിട്ട്, ആരായിട്ടാണെങ്കിലും
അതൊരു മനുഷ്യനാണ് കേട്ടോ, അതൊരു മലക്കല്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സ്നേഹിക്കണം എന്നാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളോട് എന്തായാലും അത് പറയേണ്ട കാര്യമില്ല, അവർ സ്നേഹിക്കും. സ്നേഹത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുകളുണ്ടാവും, പക്ഷെ സ്നേഹിക്കും. പക്ഷേ പഠിച്ചവൻ മൂന്നാമതായി പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ കാരുണ്യം കാണിക്കണം പരസ്പരം. അത് സ്നേഹമല്ല. സ്നേഹം നമ്മൾക്ക് എപ്പോഴും വേണമെന്നില്ല, 24 മണിക്കൂറും വേണമെന്നില്ല. പക്ഷേ കാരുണ്യം അങ്ങനെയല്ല, 24 മണിക്കൂറും വേണം. കാരണം നമ്മളൊരു മനുഷ്യനാണ്. മനുഷ്യൻ എന്നുള്ള അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യനിൽ നിന്ന് നമുക്ക് കരുണ കിട്ടിയേ തീരൂ, കാരുണ്യം ഉണ്ടായേ തീരൂ, നമ്മളെ മനസ്സിലാക്കിയേ തീരൂ. സഹീർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വളരെ ഫേമസ് ആയൊരു പുസ്തകമാണ്. ബ്രസീലിലെ ഒരു വലിയ എഴുത്തുകാരനുണ്ട്, പൗലോ കൊയ്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. അതിലൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കഥയാണ്. ഈ ഭാര്യ പത്രപ്രവർത്തകയാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ ഭാര്യ. പക്ഷെ അവർ തിരിച്ചു വരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, ആൾ തിരിച്ചു വരുന്നില്ല, ആളെ കാണാനില്ല. അപ്പോൾ ആ ഭാര്യയെ അന്വേഷിച്ച് ഭർത്താവ് പുറപ്പെടുകയാണ്, ഭാര്യയെ തെരഞ്ഞു പോവുകയാണ്. എത്ര തെരഞ്ഞിട്ടും ആളെ കിട്ടുന്നില്ല. അവസാനം കസാക്കിസ്ഥാനിലെ ഒരു മരുഭൂമിയിലിരുന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്. ആ ഭർത്താവ് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു വാക്ക് ഉണ്ട്. അതിങ്ങനെയാണ്, എസ്തർ എന്നാണ് ഭാര്യയുടെ പേര്. എൻ്റെ എസ്തർ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ തെരഞ്ഞു വരും, ഞാൻ നിന്നെ നഷ്ടപ്പെടാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് നിന്നെ വേണം. എടോ, എനിക്ക് നിന്നെ വേണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, അതുകൊണ്ടല്ല. ലോകത്തെന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീ ആയതുകൊണ്ട്. നിന്നെപ്പോലെ എന്നെ മനസ്സിലാക്കിയ വേറൊരാളില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ വേണം എന്ന് പറയുന്നുണ്ട്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഒരാളെ മനസ്സിലാക്കലാണ്. നമ്മളെ കാരുണ്യത്തിന് അറബിയിൽ എന്താ പറയുക? റഹ്മത്ത് എന്നല്ലേ പറയാ, അല്ലേ? റഹ്മ. ഈ റഹ്മ എന്നുള്ള വാക്കിന് കാരുണ്യം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, വേറൊരു അർത്ഥം കൂടിയുണ്ട്. കേട്ടിട്ടുണ്ടോ അത്? ഗർഭപാത്രം, അല്ലേ? ഗർഭപാത്രം എന്നൊരർത്ഥം കൂടിയുണ്ട്. സിലത്തുർ റഹ്മ എന്നൊക്കെ പറയും. ഗർഭപാത്രം, കാരുണ്യം എന്ന അർത്ഥം കിട്ടുന്ന അതേ വാക്കിൻ്റെ മറ്റൊരർത്ഥമാണ് ഗർഭപാത്രം. എന്തെങ്കിലും ബന്ധമുണ്ടോ അത്? ഒരു വാക്കിന് രണ്ടർത്ഥം, കാരുണ്യം, ഗർഭപാത്രം. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ചെറിയൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് തോന്നിയതാണ് കേട്ടോ, അങ്ങനെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ അവളുടെ ശരീരത്തിന് അകത്തുള്ള ഒരു ചെറിയ പാത്രമാണ്. ആകെ അതിൻ്റെ വലുപ്പം 3-4 സെൻറ്റിമീറ്ററാണ്. 3-4 സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ പാത്രമാണ്. ഈ പാത്രമാണ് 3-4 കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി സ്വയം വലുതാകുന്നത്. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ മനസ്സ് വലുതാകലാണ്, അല്ലാതെ ഒന്നുമല്ലാതെ ഒരാളെ മനസ്സ് വലുതാകലാണ്. അതുകൊണ്ടാണ് ലോകത്തിന് മുഴുവനും കാരുണ്യമായി ഇറക്കിയ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചോൻ പറഞ്ഞത്, അലം നഷ്റഹ് ലക സദ്റക്. എൻ്റെ റസൂലേ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് വലുതാക്കി തന്നില്ലേ? മനസ്സ് വലുതാകാത്ത ഒരാൾക്ക് മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അതാണ്, ചെറിയ മനുഷ്യന്മാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. മാപ്പ് കൊടുക്കാനേ വലിയ മനുഷ്യന്മാരാവണം. ചെറിയ മനുഷ്യന്മാരെന്താ പറയാന്നറിയോ? ഞാൻ മരിച്ചാലും മറക്കൂല എന്നാ പറയുക.